തീ പിടിച്ചു എന്നറിഞ്ഞ് എല്ലാവരും ഓടിക്കൂടി. മാഹി ദേവരാനും ഹുറവും തീ പടർന്നിടത്തേക്ക് ഓടിക്കയറാൻ ചെല്ലുമ്പോൾ സുംബുലും ഗാർഡ്സും ചേർന്ന് തടഞ്ഞു നിർത്തുന്നു. മുസ്തഫ, മുഹമ്മദ്! എല്ലാവരും കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു. ഹരത്തിൽ തീ പടർന്നുവെന്ന് ഇബ്രാഹിം സുലൈമാനെ അറിയിക്കുന്നു. ഹുറവും മാഹി ദേവരാനും ആ റൂമിലേക്ക് നോക്കി നിലവിളിക്കുന്നു. അതിലുണ്ടായിരുന്ന കുട്ടികൾ പുറത്തേക്ക് ഓടി വരുന്നു. പുറകെ വിക്ടോറിയ ഷehസാദ് മുസ്തഫയും ഷehസാദ് മുഹമ്മദിനെയും എടുത്തുകൊണ്ട് വരുന്നു. മാഹി ദേവരാനും ഹുറവും ഓടി ചെന്ന് കുട്ടികളെ എടുത്തു. വിക്ടോറിയ കിതച്ചുകൊണ്ട് താഴേക്കിരുന്നു. സുലൈമാൻ അങ്ങോട്ട് കയറി വരുന്നു. സുംബുലാക, എന്തുപറ്റി? എല്ലാം ശരിയായി ഇൻകാരം. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് വിക്ടോറിയ ഷehസാദുമാരെ രക്ഷിച്ചു. തീ പടർന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്നതാ. എനിക്കറിയില്ല തീ എങ്ങനെയാ പടർന്നതെന്ന്. എനിക്കറിയാം ആരാ അത് ചെയ്തതെന്ന്, ഹുറം പറയുന്നു. സുലൈമാൻ തിരിഞ്ഞു നോക്കി. നിങ്ങളുടെ മകനാണിത് ചെയ്തത്. ഹുറം മാഹി ദേവരാനെ നോക്കി പറഞ്ഞു. നിന്റെ അമ്മയാണോ നിന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചത്? എൻ്റെ മോനെ തൊട്ടുപോകരുത്, മാഹി ദേവരാൻ പറയുന്നു. നിങ്ങൾ എനിക്ക് വിഷം തന്നു. അത് പരാജയപ്പെട്ടപ്പോൾ ഹുറം ഹാത്തൂൻ, സുലൈമാൻ വിളിച്ചു. ഇവിടെ ഇങ്ങനെ ഒച്ച വയ്ക്കാനാവില്ല. മുഹമ്മദിനെടുത്ത് നിന്റെ ചേംബറിലേക്ക് പൊക്കോ. വാലിദ സുൽത്താനെ നോക്കുന്നു. സുംബുലാകെ കവളത്ത് കൈവച്ചു. സുലൈമാൻ മുഹമ്മദിനെ ഒന്ന് തലോടിയിട്ട് മുസ്തഫയെ എടുത്തു. ഹുറം അത് നോക്കി നിന്നു. ഹുറം, നിന്നോട് നിന്റെ ചേംബറിലേക്ക് പോകാനാ പറഞ്ഞു. ഹുറം എല്ലാവരെയും നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പുറകോട്ട് മാറി. മുസ്തഫ, എൻ്റെ പൊന്ന് സിംഹക്കുട്ടി, വിഷമിക്കണ്ട, സുലൈമാൻ പറഞ്ഞു. ബാബാ, സത്യമായി ഞാനല്ല തീവച്ചത്. ഞാൻ എൻ്റെ അനിയനെ രക്ഷിച്ചു. വിക്ടോറിയ അത് കേട്ടു നിന്നു. സുലൈമാൻ മുസ്തഫയെ മുത്തം വെച്ചു. മുഹമ്മദിന് പ്രശ്നമൊന്നുമില്ല. നീ വളരെ നല്ല കുട്ടിയാ മുസ്തഫ. നീ നിന്റെ അനിയനെ രക്ഷിച്ചു. വാലിദ സുൽത്താൻ അവനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. മുസ്തഫ, നീ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. നീ നിന്റെ സഹോദരങ്ങളെ രക്ഷിക്കണം. ഹുറം തിരിഞ്ഞു നോക്കിയിട്ട് പോകുന്നു. ദായേ, അതിഥികൾക്ക് പോകാൻ നേരമായി. നീ അവർക്ക് വേണ്ട ചെയ്തു കൊടുക്ക്, വാലിദ സുൽത്താൻ പറയുന്നു. എല്ലാവരും ഇവിടുന്ന് പൊക്കോ, സുലൈമാൻ പറഞ്ഞു. എന്നിട്ട് വിക്ടോറിയയെ തിരിഞ്ഞു നോക്കുന്നു. അവളുടെ കൈയൊക്കെ പൊള്ളിയിരിക്കുകയായിരുന്നു. സുംബുലാകെ ഇബ്രാഹിമിനടുത്തേക്ക് വരുന്നു. എന്തു പറ്റി അവിടെ? അവിടെ തീ പടർന്നു. ഇപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ക്ലീനിങ്ങിൻ്റെ കാര്യമൊന്നും എനിക്കറിയണ്ട. അവിടെ എല്ലാവരും സേഫ് അല്ലേ? ഷehസാദുമാർ രണ്ടുപേരും സുഖമായിരിക്കുന്നു. ഹദീജ സുൽത്താനെയോ? എന്ന് വെച്ചാൽ എൻഗേജ്മെൻറ്റിനെത്തിയ അതിഥികളെല്ലാവരും സേഫാണോ? തീ പടർന്നപ്പോൾ ഹദീജ സുൽത്താന ഒന്ന് പേടിച്ചു. പക്ഷെ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞപ്പോൾ ഹദീജ സുൽത്താനയ്ക്ക് സന്തോഷമായി. വിക്ടോറിയയ്ക്ക് മാത്രം കുറച്ച് പൊള്ളലേറ്റു. ആ പെണ്ണില്ലേ, അന്ന് മാത്രാച്ചി കൊണ്ടുവന്ന പെണ്ണ്? ഇബ്രാഹിം തലയാട്ടി. കാര്യമായൊന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യമായി, ഇബ്രാഹിം പറഞ്ഞു. വിക്ടോറിയ അവിടെ ഉണ്ടായിരുന്നതാണ് ഭാഗ്യമായത്. അവൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ദുരന്തമായനെ. അവൾ തീയിലൂടെ അകത്ത് കിടന്ന് ഷehസാദുമാരെ രക്ഷിച്ചു. സുലൈമാൻ ഹുറത്തിൻ്റെ ചേംബറിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഷehസാദ് മുഹമ്മദിനെ എടുത്ത് മുത്തം വെച്ചു. എൻ്റെ മോനും എനിക്കും ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഭയമാണ്, ഹുറം പറഞ്ഞു. സുലൈമാൻ ഒന്നും മിണ്ടിയില്ല. മുഹമ്മദിനെ എടുത്ത് നെറുകയിൽ മുത്തം വെച്ചു. സുലൈമാൻ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടത്? സുലൈമാൻ കുഞ്ഞിനെ ഗുൽനിഹാലിൻ്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? നിങ്ങൾ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. സുലൈമാൻ അവളെ തിരിഞ്ഞു നോക്കി. എനിക്ക് പേടിയാവുന്നു. ആ സ്ത്രീ എന്നോട് പലതും പറഞ്ഞിട്ടുണ്ട്. ഹുറം, അവളുടെ പേര് മാഹി ദേവരാൻ എന്നാണ്. അവൾ ഹസൈക്കി സുൽത്താനയാണ്. അവൾ എൻ്റെ മകൻ ഷehസാദ് മുസ്തഫയുടെ അമ്മയാണ്. മനസ്സിലായോ? പക്ഷെ അങ്ങ് അവളോട് സംസാരിക്കുമായിരുന്നില്ലല്ലോ. ഞാൻ മാഹി ദേവരാനോട് എങ്ങനെ സംസാരിക്കുന്നതെന്നത് എൻ്റെ മാത്രം കാര്യമാണ്. ഹുറം ഒന്നും മിണ്ടാനാവാതെ നോക്കി. നിനക്ക് മാഹി ദേവരാനോട് ബഹുമാനമില്ലാതെ സംസാരിക്കാനാവില്ല എന്ന് പറഞ്ഞാൽ പോകുന്നു. ഇൻകാരം, ദയവ് ചെയ്ത് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത്. അയാൾ അത് ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയി. ഹുറം ഇരുന്ന് കരയുന്നു. ഗുൽനിഹാൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്നു. മാഹി ദേവരാൻ ഷehസാദ് മുസ്തഫയെ ഉറക്കുന്നു. സുൽത്താന, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഗുൽഷ പറഞ്ഞു. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ ടയേർഡാണ്, എനിക്കൊന്ന് ഉറങ്ങണം. ഹുറം ഹാത്തുൻ്റെ വിവരം വല്ലതും ഉണ്ടോ? അവൾ ഇതുവരെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ ഇറങ്ങാനാ? ഇൻകാരം അവൾക്ക് നന്നായി കൊടുത്തിട്ടുണ്ട്, മാഹി ദേവരാൻ പറഞ്ഞു. അവൾ അവളുടെ കുഴി സ്വയം തോണ്ടി. ശരി, നീ പൊക്കോ, ഗുൽഷ കുമ്പിട്ടിട്ട് പോകുന്നു. ഗുൽഷ, മാഹി ദേവരാൻ വിളിച്ചു. ആ വിക്ടോറിയയെ നാളെ വിളിപ്പിക്കണം. പാവം പെണ്ണ്, അവളുടെ കൈ പൊള്ളി. അവൾക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണം. തീർച്ചയായും സുൽത്താന. നിഗാർ വിക്ടോറിയയ്ക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നു. നീ 2 ഷehസാദുമാരെയും രക്ഷിച്ചു. വാലിദ സുൽത്താന നിനക്ക് തീർച്ചയായും എന്തെങ്കിലും പാരിതോഷികം തരാതിരിക്കില്ല, നിഗാർ പറഞ്ഞു. ആയിഷ കുശുമ്പോടെ നോക്കി. ആ മനോഹരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു വന്നവരുടെ കാര്യമാണോ ഈ പറയുന്നത്? വിക്ടോറിയ ചോദിച്ചു. അതെ, ഇപ്പോഴും അവരെ കാണാൻ എന്ത് ഭംഗിയാലേ. സുൽത്താൻ സലിം ഖാൻ അവരുടെ സൗന്ദര്യത്തെ വർണ്ണിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ആയിഷ മുഖം തിരിച്ചു. ആയിഷ, വന്നേ, എന്നെ ഒന്ന് സഹായിക്കേ, നിഗാർ പറഞ്ഞു. ആയിഷ അവിടെ തന്നെ നിന്നു. ഞാൻ നിന്നോടാ പറഞ്ഞേ. ദായ ഹാത്തൂൻ അങ്ങോട്ട് കയറി വരുന്നു. അവർ എണീക്കാൻ പോകുമ്പോൾ ദായ ഹാത്തൂൻ പറയുന്നു. വേണ്ട, എണീക്കണ്ട. അവൾക്ക് എങ്ങനെയുണ്ട് നിഗാർ കാഫ? ഫിസിഷ്യൻ അവളെ പരിശോധിച്ചു. അവർ തന്ന ഓയിൽമെൻ്റാണ് ഇപ്പോൾ തേക്കുന്നത്. ഇവളെ നന്നായി നോക്കാൻ വാലിദ സുൽത്താന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദായ ഹാത്തൂൻ പറഞ്ഞു.
വിക്ടോറിയ, നീ നന്നായി റെസ്റ്റ് എടുക്ക്. നിന്നെ കാണാൻ നാളെ വാലിദ സുൽത്താന വരും. നിഗാർ കാഫയും വിക്ടോറിയയും പരസ്പരം നോക്കി ചിരിച്ചു. ഹുറം രാത്രി ഉണരുന്നു. വന്നു നോക്കുമ്പോൾ ഷെഹസാദ് മുഹമ്മത്തും ഗുൽനിഹാലും ഉറങ്ങുകയായിരുന്നു. ഹുറം മുഹമ്മത്തിൻ്റെ അടുത്തിരുന്ന് പറയുന്നു, നിന്റെ ബാബ എന്നോട് മിണ്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും മോനെ? ഗുൽനിഹാൽ കണ്ണു തുറന്നു. ഞാൻ വിചാരിച്ചത് ഇൻകാരം ഇനി ഒരിക്കലും ആ സ്ത്രീയെ സ്നേഹിക്കില്ലെന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം എന്നോടുള്ള സ്നേഹവും ഇല്ലാതാക്കാൻ പോവുകയാണോ? ഹുറം കരയുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഗുൽനിഹാൽ ഉറങ്ങുന്നത് പോലെ കിടന്നു. സുലൈമാൻ, ദേവി ഇത് ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഹുറം പറഞ്ഞു. ഖദീജ സുൽത്താനയുടെ റൂമിലേക്ക് നാഹിൽ ട്രീ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഖദീജ സുൽത്താൻ അത് ശ്രദ്ധിക്കാതെ അവിടെ വിഷമിച്ചിരുന്നു. ഇതിവിടെ വെക്കാൻ വാലിദ സുൽത്താന പറഞ്ഞു. ഗുൽഫാം പറയുന്നു, എനിക്കിതൊന്നും വേണ്ട. എനിക്കിതൊരു ശാപം പിടിച്ച രാത്രിയാണ്. എൻ്റെ ശാപം എൻ്റെ മരണത്തോടെ അവസാനിക്കും. സുൽത്താന, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്. വാ, നമുക്ക് കുറച്ചു നേരം ബാൽക്കണിയിൽ പോയിരിക്കാം. അവിടെ ഇബ്രാഹിം ഇല്ലേ? എനിക്ക് അവനെ കാണാനുള്ള ശക്തിയില്ല. ഞാൻ കാരണം അവനും വേദനിക്കുകയാണ്. ഗുൽഫാം എന്തു പറയണമെന്നറിയാതെ ഇരുന്നു. ഇബ്രാഹിം ബാൽക്കണിയിലേക്ക് വന്ന് നോക്കുന്നു. ഖദീജ സുൽത്താനയെ കാണാതെ നിരാശനായി മടങ്ങി. ഖദീജ സുൽത്താനയും അവിടെ വന്ന് നോക്കിയിട്ട് പോകുന്നു. ആയിഷ വിക്ടോറിയയുടെ കയ്യിൽ ബലമായി പിടിച്ച് മരുന്ന് തേക്കുന്നു. ആ, വേദന എടുത്ത വിക്ടോറിയ കൈവലിച്ചു. പതുക്കെ പിടിക്കുക ആയിഷ, നിഗാർ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഇവളെന്നെ സെർവ് ചെയ്യാൻ വന്നതാണെന്നാ. ഇപ്പോൾ ഇവൾ ഇവിടുത്തെ രാജകുമാരിയെ പോലെയാണ് പെരുമാറുന്നത്. ഞാൻ അവളെ സെർവ് ചെയ്യണം. നീ അവളെ സെർവ് ചെയ്യുന്നൊന്നുമില്ല, അവളെ സഹായിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവൾ എന്ത് ചെയ്യാനാ? ഈ കൈവച്ച് ഒന്നും പിടിക്കാൻ പോലും പറ്റില്ല. സുംബിൾ കയറി വരുന്നു. നിഗാർ കാഫ, ഇവളെ ഇവിടുന്ന് മാറ്റുകയാണ്. എങ്ങോട്ട്? വിക്ടോറിയ പേടിച്ചു പോയി. ഞാൻ നിന്നെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുക. നിഗാർ ചിരിച്ചു. ആയിഷയ്ക്ക് പുച്ഛം. വിക്ടോറിയ പേടിച്ചു പോയി. ശരിയാ, ഇവളെ ആര് വാങ്ങാനാ? ആയിഷ പറഞ്ഞു. നീ നിന്റെ കാര്യം നോക്ക് ആയിഷ. വാ പോകാം, നമ്മൾ വാലിദ സുൽത്താനയെ കാണാൻ പോകുന്നു. വിക്ടോറിയയ്ക്ക് സന്തോഷമായി. ഹുറം കണ്ണാടിയിൽ നോക്കുന്നു. ഗുൽനിഹാൽ, നീ എൻ്റെ മോനെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്കാക്കരുത്. ഗുൽനിഹാൽ ചിരിച്ചു. മനസ്സിലായോ? അവൾ തലയാട്ടി. ഡോർ എപ്പോഴും അടച്ചിടണം. നീ ഇവിടെ കിടന്നുറങ്ങരുത്. മുഹമ്മദ് ഉറങ്ങുമ്പോൾ ഞാനും ഉറങ്ങും. വേണ്ട, ഉറങ്ങണ്ട, ഹുറം പറഞ്ഞു. ഞാൻ പോണു. എവിടെ പോണു? ഹുറം അവളെ തിരിഞ്ഞു നോക്കി. എന്നിട്ടൊന്നും മിണ്ടാതെ പോകുന്നു. ഗുൽനിഹാൽ മുഹമ്മദിനെ എടുത്ത് മുത്തം വെച്ചു. കൗൺസിൽ മീറ്റിങ്ങിൽ പീരിപ്പാഷ പറയുന്നു. ഇൻകാരം, ഇന്നലെ നടന്ന തീപിടുത്തത്തെക്കുറിച്ച് അറിഞ്ഞു. ആർക്കും അപകടമൊന്നും പറ്റിയില്ല എന്നറിഞ്ഞതിൽ സന്തോഷം. അള്ളാഹു ഷെഹസാദുമാരെയും ഹരത്തിലുള്ളവരെയും കാത്തുരക്ഷിച്ചു. സുലൈമാൻ തലയാട്ടി. ഇനി ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, സുലൈമാൻ പറഞ്ഞു. മതപുരോഹിതനായ മുഫ്തി എഫൻഡി ഒരു ഫത്വ സുലൈമാന് കൊടുക്കുന്നു. ഇബ്രാഹിം അത് വാങ്ങി. അവിശ്വാസികളായ റോഡിയൻസിനെതിരെയുള്ള യുദ്ധം വിജയകരമാവട്ടെ. മെഡിറ്ററേനിയൻ കടലിലൂടെ യാത്ര ചെയ്യുന്ന മുസ്ലിം വ്യാപാരികൾക്കും മുസ്ലിം തീർത്ഥാടകർക്കും നേരെയുള്ള അവരുടെ അതിക്രമം ഇതോടെ അവസാനിക്കട്ടെ, മുഫ്തി എഫൻഡി പറഞ്ഞു. സുലൈമാൻ തലയാട്ടി. ഇൻകാരം, എനിക്ക് അങ്ങയോടൊരു അപേക്ഷയുണ്ട്. എന്താ? പറയൂ. ഈ യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. മുഫ്തി എഫൻഡി, ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഒരാശ്വാസം. പിന്നെ ഇത്രയും അപകടകരമായൊരു യാത്ര നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യത്തെ ബാധിക്കാനിടയുണ്ട്. റോഡസിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ പീരിപ്പാഷ? നിങ്ങൾ തന്നെ നിങ്ങളുടെ അമ്മാവനോട് അത് പറഞ്ഞു കൊടുക്കൂ. പീരിപ്പാഷ തലയാട്ടി. അദ്ദേഹത്തിന് അങ്ങ് പറഞ്ഞത് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻകാരം, റോഡസുകാർ സുൽത്താൻ സെമിൻ്റെ കുട്ടികളെ ബന്ദികളാക്കിയ യുദ്ധത്തിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് സുൽത്താൻ സെമും എന്നോട് യുദ്ധത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അത് അനുവദിച്ചു, മുഫ്തി എഫൻഡി പറഞ്ഞു. താങ്കൾക്ക് ഇപ്പോഴും യുദ്ധത്തിന് വന്നേ പറ്റൂ എന്നാണോ പറയുന്നത്? സുലൈമാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മുസ്ലിം ജനതയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് മഹത്തരമായൊരു അവസരമായാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻകാരം. പീരിപ്പാഷ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന മട്ടിൽ നിന്നു. സുലൈമാൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. നിഗാർ കാഫ ഹറത്തിലെ പെണ്ണുങ്ങളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു. ഹുറം അങ്ങോട്ട് വരുന്നു. നിഗാർ കാഫ, നീ ആ മന്ത്രങ്ങൾ എഴുതുന്ന സ്ത്രീയെ വിളിക്കണം. നിഗാർ ചിരിക്കുന്നു. ശരി ഹുറം സുൽത്താന, അവൾ കളിയാക്കി പറഞ്ഞു. എൻ്റെയും എൻ്റെ മോൻ്റെയും ജീവൻ അപകടത്തിലാണ്. ഹുറം, നീ ക്ലാസ്സിൽ വന്നിട്ട് കുറേ ആയല്ലോ. എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മോനെ ഒറ്റയ്ക്കാക്കാനാവില്ല നിഗാർ കാഫ. ആർക്കും മനസ്സിലാവില്ല ഞാനിവിടെ എത്ര ഭയത്തിലാണ് കഴിയുന്നതെന്ന്. നിഗാർ വിഷമത്തോടെ അവളെ നോക്കി. ഇപ്പോൾ ഇൻകാരവും എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഞാനും എൻ്റെ മോനും അപകടത്തിലാണ്. അതിനാ ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ചത്. അവരെ രക്ഷ എഴുതിയിട്ടാൽ എനിക്കും എൻ്റെ മോനും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഹുറം ഹാത്തൂൻ. സുൽത്താൻ സുലൈമാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അദ്ദേഹം കൂടെ നിന്നില്ലെങ്കിൽ നിന്റെ കാര്യം കഷ്ടത്തിലാവും. ഹുറം പേടിയോടെ നിഗാറിനെ നോക്കുന്നു. നീ പേടിക്കണ്ട, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. നിന്റെ പേടി ഒരിക്കലും പുറത്ത് കാണിക്കരുത്. നല്ല ആത്മവിശ്വാസത്തോടെ വേണം നിൽക്കാൻ. തളർന്നു പോയി എന്ന് കണ്ടാൽ അവർ നിന്നെ പുറത്താക്കും. ദുർബലർക്ക് ഇവിടെ നിൽക്കാനാവില്ല, നിഗാർ പറഞ്ഞു. മാഹിദേവരൻ സുൽത്താന പുറകിൽ വരുന്നു.
നിഗാർ അവരെ കുമ്പിട്ടു. ഹുറം തിരിഞ്ഞു നോക്കുന്നു. മാഹിദേവരാൻ മുന്നോട്ട് നടന്നു വന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നു, നിഗാർ കാഫ, നീ എൻ്റെ പുതിയ ഡ്രസ്സ് ടൈലറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വരണം. ഇന്ന് രാത്രി ഇൻക്യാരം എൻ്റെ ചേംബറിൽ വരുന്നുണ്ട്. എന്നിട്ട് ഹുറത്തിനെ നോക്കിയിട്ട് പോകുന്നു. ഹുറം അസ്വസ്ഥയായി. വിക്ടോറിയ വാലിദ സുൽത്താനയെ കാണാൻ വരുന്നു. നിന്റെ പേര് വിക്ടോറിയ എന്നാണോ? അതെ മാഡം. മാഡമല്ല സുൽത്താന, ദായ ഖാത്തുൻ പറയുന്നു. അതെ സുൽത്താന. നിന്റെ കയ്യിലെ പൊള്ളൽ മാറിയോ? ഇപ്പോഴും വേദനയുണ്ടോ? ഇപ്പോൾ കുറവുണ്ട്. വാലിദ സുൽത്താന തലയാട്ടി. നീ എവിടുന്നാ വരുന്നത്? ആരാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ സാവയിൽ നിന്നാണ് വരുന്നത്. ഇബ്രാഹിം ആകിയാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് സുൽത്താന, ദായ ഖാത്തുൻ പറഞ്ഞു. വിക്ടോറിയയ്ക്ക് ആശ്വാസമായി. ഇന്നലെ നീ ധൈര്യം കാണിച്ചതുകൊണ്ട് ഷഹസാദുമാർക്കൊന്നും സംഭവിച്ചില്ല. നീ ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. വിക്ടോറിയ തലകുനിച്ചു. നീ ചെന്ന് റെസ്റ്റ് എടുത്തോളൂ. അവൾ പോകാൻ എഴുന്നേൽക്കുമ്പോൾ വാലിദ സുൽത്താന ദായ ഖാത്തുനെ തല ചെരിച്ച് കാണിച്ചു. ദായ ഖാത്തുൻ ഒരു കിഴി നാണയമെടുത്ത് വാലിദ സുൽത്താനയുടെ വസ്ത്രത്തിൽ മുത്താൻ പറയുന്നു. അവൾ വേഗം ചെന്ന് മുത്തുന്നു. വാലിദ സുൽത്താനയ്ക്ക് അവളുടെ പ്രവൃത്തികൾ വളരെ ഇഷ്ടപ്പെട്ടു. ഖദീജ സുൽത്താന എല്ലാം നോക്കി നിർവികാരയായിരുന്നു. നീ എൻ്റെ കൂടെ ഇവിടെ നിന്നു. നിന്റെ മുറിവുണങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരൂ. അവർ സമ്മതത്തിൽ തല കുമ്പിട്ടിട്ട് പോകാൻ പോകുമ്പോൾ മാഹിദേവരൻ സുൽത്താൻ അങ്ങോട്ട് കയറി വരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് വിക്ടോറിയ? മാഹിദേവരൻ ചോദിച്ചു. പ്രശ്നമില്ല, നിനക്ക് വേഗം സുഖമാവട്ടെ. അവർ കുമ്പിട്ടിട്ട് ഇറങ്ങി. വരൂ മാഹിദേവരൻ, വാലിദ സുൽത്താന പറഞ്ഞു. മുസ്തഫ എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നു. അവൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. രാവിലെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്ലാസ്സിൽ പോയി. ഇന്ന് ക്ലാസ് കുറച്ച് നേരത്തെ തീർക്കാൻ പറ. എന്നിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എനിക്ക് അവനെ കാണണം. എന്നിട്ട് ഖദീജ സുൽത്താനയെ നോക്കി പറയുന്നു. ഖദീജയെയും കൂട്ടിക്കോ. മുസ്തഫയ്ക്ക് നിന്നെ കാണുമ്പോൾ സന്തോഷമാവും. പിന്നെ മാഹിദേവരാനെ നോക്കി പറയുന്നു. അവിടെയുള്ള വേറെ ആളെയും കാണാമല്ലോ. രണ്ടുപേർക്കും സന്തോഷമാവും. ഖദീജ സുൽത്താനയും മാഹിദേവരാൻ സുൽത്താനയും പരസ്പരം നോക്കി. കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സുലൈമാൻ പീരിപ്പാഷയോട് പറയുന്നു. നിങ്ങളുടെ അമ്മാവനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട പീരിപ്പാഷ. അദ്ദേഹത്തിന് വന്നേ പറ്റൂ എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കൊണ്ട് സാധിക്കുമായിരിക്കും. പീരിപ്പാഷ തലയാട്ടി. ഇബ്രാഹിം, മുസ്തഫ എൻ്റെ ചേംബറിലേക്ക് കൊണ്ടുവാ. അവൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞു. ഇബ്രാഹിം കുമ്പിട്ടിട്ട് പോകുന്നു. പീരിപ്പാഷ, നമുക്ക് പുറപ്പെടാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഖദീജ സുൽത്താനയും മാഹിദേവരാൻ സുൽത്താനയും സംസാരിച്ച് നടന്നു വരുന്നു. വാലിദ സുൽത്താന പറഞ്ഞാൽ പിന്നെ വന്നല്ലേ പറ്റൂ സുൽത്താന. നിങ്ങൾക്ക് ഇബ്രാഹിമിനെ അത്രയും ഇഷ്ടമാണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഹിദേവരാൻ. ഇബ്രാഹിം നല്ലൊരു മനുഷ്യനാണ്. ഇബ്രാഹിമിന് സുൽത്താനയെ എന്നും സന്തോഷമാക്കി വയ്ക്കാൻ സാധിക്കും. എനിക്ക് നിങ്ങൾ കല്യാണം കഴിക്കുന്നതാണ് ഇഷ്ടം. നിർത്ത് മാഹിദേവരാൻ. ഇപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിലധികം മനപ്രയാസത്തിലാണ്. ക്ലാസ്സിന് മുന്നിലെത്തിയ അവരെ മുസ്തഫ കണ്ടു. വാലിദ, ഖദീജ, മുസ്തഫ വിളിക്കുന്നു. മുഹമ്മദ് സലബി അവരെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. ചെല്ലു സുൽത്താന, അദ്ദേഹത്തോട് ചെന്ന് സംസാരിക്കുക. ഖദീജ സുൽത്താന അങ്ങോട്ട് ചെല്ലുന്നു. മാഹിദേവരാൻ മുന്നോട്ട് നടന്നപ്പോൾ ഇബ്രാഹിം അങ്ങോട്ട് വരുന്നു. മാഹിദേവരാൻ ഇബ്രാഹിമിനെ കുമ്പിട്ടു. ഒന്ന് നോക്കിയിട്ട് പോകുന്നു. ഖദീജ സുൽത്താനയും മുഹമ്മദ് സലബിയും സംസാരിക്കുന്നു. ഇന്നലെ തീ പിടിച്ചതറിഞ്ഞ് ഞാൻ പേടിച്ചു പോയി. പിന്നെ ഇബ്രാഹിം ആകെ പറഞ്ഞു സുൽത്താനയ്ക്ക് പ്രശ്നമൊന്നുമില്ല, സുഖമായിരിക്കുന്നുവെന്ന്. അത് കേട്ടപ്പോൾ ആശ്വാസമായി. മുഹമ്മദ് സലബിക്ക് ചുമ വരുന്നു. ഖദീജ സുൽത്താൻ അത് ശ്രദ്ധിക്കുന്നു. ഇബ്രാഹിം ഡോറിൽ വന്ന് നോക്കുന്നു. ഇബ്രാഹിമിനെ കണ്ട് ഷഹസാദ് മുസ്തഫ വിളിക്കുന്നു. ഇബ്രാഹിം, ഞാൻ വരച്ച പടം നോക്ക്. ഖദീജ സുൽത്താന ഇബ്രാഹിമിനെ തിരിഞ്ഞു നോക്കി. ഇബ്രാഹിം അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഞാൻ ഇൻക്യാരം പറഞ്ഞിട്ട് വന്നതാ. ഷഹസാദ് മുസ്തഫയെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. ഇടയിൽ വന്നതിന് ക്ഷമിക്കണം, ഇബ്രാഹിം പറഞ്ഞു. അത് പ്രശ്നമില്ല, ഞങ്ങൾ നിർത്തുകയായിരുന്നു. ഇബ്രാഹിം, നമുക്ക് പോകാം. മാഷ് പൊക്കോളാൻ പറഞ്ഞു. ഖദീജ, വാ. മുസ്തഫ ഖദീജ സുൽത്താനയുടെ ഡ്രസ്സിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഖദീജ സുൽത്താന പോകാൻ പോയപ്പോൾ മുഹമ്മദ് സലബി പറയുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു സുൽത്താന. ഖദീജ സുൽത്താന ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. ഇബ്രാഹിം മുഹമ്മദ് സലബിയെ ഒന്ന് നോക്കിയിട്ട് അവരുടെ പുറകെ പോയി. ഗുൽനിഹാൽ ഷഹസാദ് മുഹമ്മദിനെ ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഹുറം അങ്ങോട്ട് കയറി വരുന്നു. അവൾ അങ്ങോട്ട് ചെന്ന് കുഞ്ഞിനെ എടുക്കുന്നു. എൻ്റെ മോനെ തൊടണ്ട, മാറി നിൽക്ക്. നീ ഏതാ? നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെ ആ സ്ത്രീയാണോ ഇങ്ങോട്ട് അയച്ചത്? ഗുൽനിഹാൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, നീ എൻ്റെ മോനെ കൊല്ലാൻ വന്നതാ. ഗുൽനിഹാൽ അങ്ങോട്ട് വരുന്നു. ഹുറം, വേണ്ട, അവളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അവൾ വന്നത്. ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? മറ്റാരെയും ഇങ്ങോട്ട് കയറ്റരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഹുറം മുഹമ്മദിനെ ഗുൽനിഹാലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആ പെണ്ണിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്നു. ഹുറം, നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്താ അവളോട് ചെയ്തത്? എല്ലാ ആളുകളും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരല്ല. നീ നിൻ്റെ ഈ സ്വഭാവം നിർത്തണം. ഹുറം അവളെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു. എല്ലാ ആളുകളും. മരിയ, നീ പോലും എന്നോട് ചതിയാ ചെയ്തത്. നീ അതൊക്കെ മറന്നോ? പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ഗുൽനിഹാൽ ഒന്നും മിണ്ടാതെ നിന്നു. ഇബ്രാഹിം ഖദീജ സുൽത്താനയോട് പറയുന്നു. സുൽത്താന, നിങ്ങളെ അപകടമൊന്നും വരാതെ രക്ഷിച്ചതിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഞാൻ അല്ലെങ്കിലും മരിച്ച മനസ്സുമായാണ് ജീവിക്കുന്നത്. സുൽത്താന, നിങ്ങൾ എനിക്ക് തന്ന ലെറ്ററിലും ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്.
ഇത് കേൾക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഖദീജ സുൽത്താൻ ഇബ്രാഹിമിനെ ഒന്ന് നോക്കിയിട്ട് സുലൈമാൻ്റെ ചേംബറിലേക്ക് നടന്നു. ബാബാ, ഞാൻ എത്തി. ബാബ എവിടെയാ? മുസ്തഫ ഓടിക്കയറിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെയുണ്ട് എൻ്റെ സിംഹക്കുട്ടി, സുലൈമാൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഖദീജ സുൽത്താൻ ഇബ്രാഹിമിനോട് പറയുന്നു. നമുക്കൊന്നിക്കാൻ ഒരു വഴിയുമില്ല ഇബ്രാഹിം. എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ്. അതിനൊരു ചെറിയ സാധ്യതയുണ്ടെങ്കിൽ പോലും ഞാനത് കണ്ടെത്തും സുൽത്താന. അതിനുവേണ്ടി എന്ത് നഷ്ടം സഹിക്കാനും ഞാൻ ഒരുക്കമാണ്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതിൽ കൂടുതൽ ഇനി എന്തനുഭവിക്കാനാ? സുൽത്താന, നിങ്ങൾ തളർന്നു പോകരുത്, വിഷമിക്കരുത്, പിടിച്ചു നിൽക്കണം. ഇബ്രാഹിം, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. എത്ര കാലം എന്നെക്കൊണ്ട് ഇങ്ങനെ ജീവിക്കാനാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പൊക്കോ. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇബ്രാഹിം അല്പസമയം ആലോചിച്ചിട്ട് പറയുന്നു. സുൽത്താന, എൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ ഒരാൾ മാത്രമേ എനിക്ക് ഹൂറിയായുള്ളൂ. തീർച്ചയായും നമ്മൾ ഒരു നാൾ ഒരുമിച്ച് ഈ കൊട്ടാരം വിട്ടു പോകും. ഖദീജ സുൽത്താൻ ഇബ്രാഹിമിനെ ഒന്ന് നോക്കിയിട്ട് അവിടുന്ന് പോകുന്നു. സുൽത്താൻ സുലൈമാൻ ഷെഹസാദ് മുസ്തഫയോട് ചോദിക്കുന്നു. ഇന്നലെ രാത്രി നീ പേടിച്ചു പോയോ? ഇല്ല ബാബ, എനിക്കൊന്നിനെയും പേടിയില്ല. ഞാൻ എൻ്റെ അനിയനെ ഓർത്താണ് വിഷമിച്ചത്. സുലൈമാൻ തലയാട്ടിയിട്ട് പറയുന്നു. അള്ളാഹു നിങ്ങളെ എന്നും ഒരുമിച്ച് നിർത്തട്ടെ. ഖദീജ സുൽത്താനെയും ഇബ്രാഹിം അങ്ങോട്ട് കയറി വരുന്നു. എൻ്റെ പൊന്ന് ഖദീജ, സുലൈമാൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഖദീജ സുൽത്താന കയ്യിൽ മുത്തം വെച്ചു. എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇപ്പോൾ എല്ലാവരും സേഫാണ്. എനിക്ക് നീ എന്നും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മതി. എനിക്ക് വിഷമമൊന്നും ഇല്ലെങ്കിക്കാരം, ഞാൻ സന്തോഷത്തിലാണ്. ഇബ്രാഹിം കേട്ടു നിന്നു. സുലൈമാൻ എണീറ്റ് അവളുടെ അടുത്തേക്ക് വരുന്നു. ഈ ലോകത്തുള്ള ഏറ്റവും മികച്ചതെല്ലാം നിനക്ക് അർഹതപ്പെട്ടതാണ് എൻ്റെ ഖദീജ. നിന്റെ ഹൃദയം അത്രയും പരിശുദ്ധമാണ്. സുലൈമാൻ അവളുടെ നെറ്റിയിൽ മുത്തം വെച്ചു. ഇബ്രാഹിം അത് നോക്കി നിന്നു. ഇബ്രാഹിം, വാ, നമുക്ക് കുറച്ചു നേരം ഷെഹസാദ് മുസ്തഫയുടെ കൂടെ വാൾപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യാം. ബാബ, എനിക്ക് മരത്തിൻ്റെ വാൾ വേണ്ട. അതെപ്പോഴും ഒടിഞ്ഞു പോവും. എന്നിട്ട് ബാബ തന്നെ ജയിക്കും, ഷെഹസാദ് മുസ്തഫ പറഞ്ഞു. സുലൈമാൻ അത് കേട്ട് ചിരിച്ചു. മിക്കവാറും ഈ പ്രാവശ്യം ഷെഹസാദ് ഞങ്ങളെ തോൽപ്പിക്കും, ഇബ്രാഹിം പറഞ്ഞു. ബാബ, ഞാൻ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ റോഡസിലേക്ക് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുമോ? മുസ്തഫ, നീ എന്നോടിങ്ങനെ ഡിമാൻഡ് ചെയ്യരുത്. നീ ആദ്യം നന്നായി പ്രാക്ടീസ് ചെയ്ത് ജയിച്ച് കാണിക്കുക, സുലൈമാൻ അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കിയെല്ലാം അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ നടക്കും. വാ, നമുക്ക് പോകാം. രാത്രി സുലൈമാൻ മുസ്തഫയ്ക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. സുംബുലാഗ അങ്ങോട്ട് ഒരു ലെറ്ററുമായി കയറി വരുന്നു. എന്താണത് സുംബുലാഗ? സുലൈമാൻ അത് വാങ്ങുന്നു. സുലൈമാൻ, എന്നെ സഹായിക്കുക. അങ്ങയുടെ മുഖം ഒന്ന് കാണാൻ, സ്വരം ഒന്ന് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് അങ്ങ് എൻ്റെ അടുത്ത് വരണം. അവിവേകം കാരണം ഞാൻ പറഞ്ഞു പോയ തെറ്റ് ക്ഷമിക്കണം. സുലൈമാൻ അത് വായിച്ചു. ഹുറം ഷെഹസാദ് മുഹമ്മദിനെ ഉറക്കുന്നു. സുംബുലാഗ അങ്ങോട്ട് കയറി വന്നു. സുംബുലാഗ, നിങ്ങൾ കൊടുത്തോ? ഞാൻ തന്നെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഹുറത്തിന് സന്തോഷമായി. അദ്ദേഹം എന്നെ കാത്തിരിക്കാവും. ഞാൻ ഇപ്പോൾ തന്നെ റെഡിയാവും. ഗുൽനിഹാൽ, മോനെ ഒന്ന് പിടിച്ചേ. ഹുറം കുഞ്ഞിനെ ഗുൽനിഹാലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നല്ല സുന്ദരിയായി വേണം പോകാൻ. എനിക്കാരും നിന്നെ കാത്തിരിക്കുകയല്ല ഹുറം ഹാത്തൂൻ. ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. നിന്നോട് വരാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. നീ ഇവിടെ നിൽക്ക്. അദ്ദേഹത്തിന് ഷെഹസാദ് മുഹമ്മദിനെ കാണണമെന്ന് പറഞ്ഞു. സുംബുലാഗ പറഞ്ഞു. ഇല്ല, നിങ്ങൾ നുണ പറയുകയാണ്. ഞാൻ എന്തിനാ നുണ പറയുന്നത്? ഹുറം വിശ്വസിക്കാനാവാതെ നോക്കുന്നു. ഗുൽനിഹാൽ, ഷെഹസാദിനെ കൊണ്ട് എൻ്റെ കൂടെ വാ, സുംബുലാഗ പറഞ്ഞു. ഹുറം അവളെ നോക്കി നിന്നു. ഗുൽനിഹാൽ അവളെ ഒന്ന് നോക്കിയിട്ട് സുംബുലിൻ്റെ കൂടെ പോയി. ഹുറം കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. ഖദീജ സുൽത്താന ബാൽക്കണിയിൽ വന്നു നിന്നു. ഗുൽഫാമും കൂടെ ഉണ്ടായിരുന്നു. ഇനി വിഷമിക്കേണ്ട സുൽത്താന. ഇബ്രാഹിം പറഞ്ഞില്ലേ അദ്ദേഹം എങ്ങനെയും ഒരു വഴി കണ്ടെത്താമെന്ന്. അയാളെ വിശ്വസിക്കുക, നിരാശപ്പെടാതിരിക്കുക. എന്തുണ്ടാവുമെന്നാണ് നീ പറയുന്നത് ഗുൽഫാം? ഇത് പറയുന്ന ഇബ്രാഹിമിന് പോലും അറിയാം ഒന്നും സംഭവിക്കാൻ പോണില്ലെന്ന്. ഞങ്ങൾക്കിനി ഒരുമിക്കാനാവില്ല. ഖദീജ സുൽത്താന പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് നോക്കി. ഇബ്രാഹിം അങ്ങോട്ട് വരുന്നു. അയാളെ കണ്ട ഖദീജ സുൽത്താനയുടെ കണ്ണു നിറഞ്ഞു. ഇബ്രാഹിമും അസ്വസ്ഥതയോടെ അവരെ നോക്കിയിട്ട് മുഖം തിരിച്ചു. സുംബുലും ഗുൽനിഹാലും ഷെഹസാദ് മുഹമ്മദിനെയും കൊണ്ട് സുലൈമാൻ്റെ ചേംബറിലേക്ക് എത്തി. എൻ്റെ കുഞ്ഞു സിംഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവാ. സുംബുൽ ഷെഹസാദ് മുഹമ്മദിനെ സുലൈമാൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ബാബാ, സൂക്ഷിച്ച്, അവനെ താഴെ വീഴിക്കരുത്, മുസ്തഫ പറഞ്ഞു. സുലൈമാൻ അവൻ്റെ തലയിൽ തലോടി. ബാബാ, എൻ്റെ അനിയൻ വലുതാവുമ്പോൾ നമുക്ക് ഇവനെയും യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാം. തീർച്ചയായും. സുലൈമാൻ രണ്ടുപേരെയും മുത്തം വെച്ചു. എന്നിട്ട് എന്തോ ആലോചിച്ചു. സുലൈമാൻ റോഡസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവസാനമായി അവർക്കൊരു ലെറ്റർ എഴുതുന്നു. ഞാൻ എൻ്റെ സൈന്യവുമായി റോഡസിലേക്ക് പുറപ്പെടുന്നു. ഈ പ്രപഞ്ചവും സ്വർഗവും നരകവും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. നിങ്ങൾ സ്വമേധയാ കീഴടങ്ങാനും ഇസ്ലാം മതം സ്വീകരിക്കാനും തയ്യാറാവുകയാണെങ്കിൽ റോഡസിലുള്ള ആർക്കും ജീവനും സ്വത്തിനും ഒരു നാശവും സംഭവിക്കില്ല. എന്നാൽ എതിർത്ത് നിൽക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ വിജയം ഉറപ്പിക്കും വരെ യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. ലെറ്റർ വായിച്ച റോഡസ് ഗ്രാൻഡ് മാസ്റ്റർ അത് കീറി തീയിലിട്ടു. യാത്ര പുറപ്പെടുന്ന സുലൈമാനെ യാത്രയാക്കാൻ വാലിദ സുൽത്താനയും ബാക്കി കുടുംബാംഗങ്ങളും കാത്തുനിന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു. അദ്ദേഹം അങ്ങോട്ട് കയറി വരുന്നു. ആദ്യം വാലിദ സുൽത്താനയുടെ കൈമുത്തി. പ്രാർത്ഥിക്കണം വാലിദ, അള്ളാഹു നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും. ഗുൽഫാം,
ഞാൻ പറഞ്ഞ കോട്ടിങ് കൊണ്ടുവാ. ഗുൽഫാം അത് അങ്ങോട്ട് കൊണ്ടു ചെല്ലുന്നു. ഞാൻ ഇതിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ തുന്നി ചേർത്തിട്ടുണ്ട്. എപ്പോഴും ഇതിലേതെങ്കിലും ഒന്ന് ധരിച്ചുകൊണ്ട് മാത്രമേ നിൽക്കാവൂ. ഇത് നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും. തീർച്ചയായും വാലിദ, ഞാനിതെപ്പോഴും ധരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഖദീജ. സുലൈമാൻ കൈനീട്ടി. അവൾ മുത്തം വെച്ചു. അള്ളാഹു അങ്ങയെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. നീ വരുമ്പോഴേക്കും കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചേക്കാം, വാലിദ സുൽത്താന പറഞ്ഞു. മാഹിദേവ്രാൻ വിഷമത്തോടെ അയാളെ നോക്കി നിന്നു. സുലൈമാൻ ഒന്ന് ആലോചിച്ചിട്ട് അവൾക്ക് നേരെ കൈനീട്ടി. മാഹിദേവ്രാന് സന്തോഷമായി. അവൾ കയ്യിൽ മുത്തം വെച്ചു. അത് കണ്ട് ഹുറം ഇഷ്ടപ്പെടാതെ നോക്കി. സുലൈമാൻ മുസ്തഫയെ എടുത്തു. എൻ്റെ പൊന്നു സിംഹക്കുട്ടി, നീ അമ്മയെ വിഷമിപ്പിക്കരുത്. പഠിക്കാനുള്ളതെല്ലാം നന്നായി പഠിക്കണം, സുലൈമാൻ പറഞ്ഞു. അത് കണ്ട് വാലിദ സുൽത്താനയ്ക്കും സന്തോഷമായി. സുലൈമാൻ മുസ്തഫയെ താഴെ നിർത്തിയിട്ട് ഹുറത്തിൻ്റെ കയ്യിലിരുന്ന ഷേസാദ് മുഹമ്മദിനെ നോക്കുന്നു. അവനെ മുത്തം വെച്ചു. ഹുറം സുലൈമാനെ തന്നെ നോക്കി നിന്നു. പക്ഷേ സുലൈമാൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവിടുന്ന് പോകുന്നു. മാഹിദേവരാന് സന്തോഷമായി. അവൾ ഹുറത്തെ നോക്കി ചിരിച്ചു. വാലിദ സുൽത്താനയ്ക്കും സന്തോഷമായി. സുലൈമാൻ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നു, എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. ഞാൻ പോയി വരാം. സുലൈമാൻ തിരിഞ്ഞു പോന്നു. ഹുറത്തിന് വിഷമമായി. മാഹിദേവ്രാൻ അവളെ വീണ്ടും വീണ്ടും നോക്കി ചിരിച്ചു. സുലൈമാൻ താഴേക്കിറങ്ങി വന്നപ്പോൾ ഇബ്രാഹിം അവിടെ നിന്നിരുന്നു. സുലൈമാൻ്റെ പുറകെ ഖദീജ സുൽത്താനയും ഗുൽഫാമും വന്നിരുന്നു. ഇബ്രാഹിമും ഖദീജ സുൽത്താനയും പരസ്പരം നോക്കി. അവളെ കുമ്പിട്ടിട്ട് ഒന്നും മിണ്ടാതെ അയാൾ പോകുന്നു. 18 ജൂൺ 1522. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. സുൽത്താൻ സുലൈമാൻ ഖാൻ എല്ലാവിധ ചടങ്ങുകളോടും പ്രാർത്ഥനയോടും കൂടി 1,15,000 ധൈര്യശാലികളായ സൈനികരെയും കൊണ്ട് 700 കപ്പലുകളിലായി ക്രിസ്ത്യാനികൾ അവരെ പുണ്യസ്ഥലമായി കാണുന്ന റോഡസിലേക്ക് പുറപ്പെട്ടു. വത്തിക്കാൻ പാലസ്. സുൽത്താൻ സുലൈമാൻ റോഡസിലേക്ക് പുറപ്പെട്ട വിവരം അവർക്ക് കിട്ടുന്നു. പരിശുദ്ധ മാർപ്പാപ്പ, നിങ്ങൾ പറഞ്ഞിരുന്നു ഓട്ടോമാൻ സിംഹം മരിച്ചു. ഇപ്പോൾ അവിടം ഭരിക്കുന്നത് ഒരു ആട്ടിൻകുട്ടിയാണെന്ന്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിംഹത്തിനുണ്ടാവുന്നതും ഒരു സിംഹക്കുട്ടി തന്നെയാവും, മാർപ്പാപ്പ പറയുന്നു. ഇബ്രാഹിം വിഷമത്തോടെ അയാളുടെ കുട്ടിക്കാലം ആലോചിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. മനോലിസ് എന്ന ഫിഷർമാൻ്റെ മകനായിരുന്നു. കുട്ടിക്കാലത്ത് തൻ്റെ രക്ഷിതാക്കളെയും ഇരട്ട സഹോദരനെയും വിട്ട് പാർഗയിൽ നിന്നും യുദ്ധ തടവുകാരനായി ഇങ്ങോട്ട് വന്നു. മതം മാറി ഇവിടെ ജീവിക്കുന്നു. അമ്മയെ കണ്ടിട്ട് 15 വർഷം കഴിഞ്ഞു. അമ്മയുടെ വയലിൻ മാത്രമാണ് കൈവശമുള്ളത്. അമ്മയാണ് വയലിൻ വായിക്കാൻ പഠിപ്പിച്ചത്. അതുമാത്രമാണ് ഇന്നെൻ്റെ പാരമ്പര്യമെന്ന് അവകാശപ്പെടാനുള്ളൂ. ഇബ്രാഹിം ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നു. സുലൈമാൻ അങ്ങോട്ട് വരുന്നു. എന്തു പറ്റി പാർഗളി, നിനക്ക് കടൽ ചുരുക്കുണ്ടോ? 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ നാടും വീടും ഉപേക്ഷിച്ച് ഇസ്താംബൂളിലേക്ക് വന്നത് ഈ കടലിലൂടെയാണ്. എനിക്കതൊക്കെ ഓർമ്മ വരുന്നു ഇൻകാരം. ഞാൻ കരഞ്ഞുകൊണ്ടാണ് അന്ന് യാത്ര ചെയ്തത്. നിനക്ക് നിൻ്റെ കുടുംബത്തെപ്പറ്റി അറിയണമെന്നുണ്ടോ ഇബ്രാഹിം? ഇബ്രാഹിം സുലൈമാനെ ഒന്ന് നോക്കി. ഒന്നും മിണ്ടിയില്ല. റോഡസിൽ നിന്നും വിജയിച്ചു വന്ന ശേഷം നിന്നെ ഞാൻ പാർഗയിലേക്ക് വിടാം. ഇബ്രാഹിമിന് സന്തോഷമായി. 2 മാസങ്ങൾ കഴിഞ്ഞു. ഹുറത്തിൻ്റെ ചേംബറിലേക്ക് നിഗാർ കാഫ വരുന്നു. എന്തിനാ ഹുറം ഹാത്തൂൻ നീ വിളിച്ചത്? സുൽത്താൻ സുലൈമാനെക്കുറിച്ച് വിവരം എന്തെങ്കിലും അറിഞ്ഞോ? ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. അവർക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് വിചാരിക്കാം. ഹുറത്തിൻ്റെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നത് കണ്ട് നിഗാർ ചോദിച്ചു, അതെന്താ? ഇത് സേവ്സൺ. ഞാനിത് സുൽത്താൻ സുലൈമാന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. നിഗാർ അവിടെ ഇരുന്നു. നിഗാർ, എനിക്ക് പേടിയാവുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നിൻ്റെ ചേംബറിൽ തന്നെ ഇരിക്കുന്നത്? വാലിദ സുൽത്താൻ എന്നെ വിലക്കിയിരിക്കുകയാണ്. റൂമിൽ നിന്നും പുറത്തിറങ്ങണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുൽത്താൻ സുലൈമാൻ ഇല്ലാത്തപ്പോൾ ഇതൊരു ജയിലാണ്. നീ ചെന്ന് വാലിദ സുൽത്താനോട് ക്ഷമ ചോദിക്കുക. നിൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായെന്ന് പറ. ക്ഷമ ചോദിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നാൽ നീ ഇങ്ങനെ തന്നെ ഇവിടെ അടച്ചിരുന്നു. ഇരുന്നോളാം. എൻ്റെ സുൽത്താൻ വരുമ്പോൾ ഞാൻ ഈ തടവിൽ നിന്നും മോചിതയാവും. ഹുറം ഹാത്തൂൻ, ഒരു കാര്യത്തിൽ അമിതമായി പ്രതീക്ഷ വയ്ക്കാത്തതാണ് നമുക്ക് നല്ലത്. ഹുറം ഒന്നും മിണ്ടിയില്ല. സുലൈമാനും സംഘവും യാത്രയിൽ തന്നെയായിരുന്നു. ഇബ്രാഹിം പറയുന്നു, ഷേസാദ് മുസ്തഫ ഉണ്ടായിരുന്നെങ്കിൽ അവനും അവൻ്റെ മരവാളുമായി നമ്മുടെ കൂടെ യുദ്ധത്തിനിറങ്ങുമായിരുന്നു. പിന്നെ അവന് കുതിരപ്പുറത്ത് കയറാനുമെല്ലാം വലിയ ആവേശമായേനെ. എനിക്കെൻ്റെ മുസ്തഫയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ രാത്രിയും അവനെ സ്വപ്നം കണ്ടിരുന്നു, സുലൈമാൻ പറഞ്ഞു. പെട്ടെന്ന് അവർ സഞ്ചരിച്ച കപ്പലൊന്ന് ഇളകി. 2 പേരും ശ്രദ്ധിക്കുന്നു. അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വെടിയൊച്ചകൾ. ഇൻകാരം, നമ്മളെ ആരോ ആക്രമിക്കുകയാണ്. ഇബ്രാഹിം പുറത്തേക്ക് ഇറങ്ങുന്നു. സുലൈമാൻ ദേഷ്യത്തിൽ പുറത്തേക്ക് നോക്കി. ഹുറം സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. സുലൈമാൻ! അടുത്ത് കിടന്ന ഷേസാദ് മുഹമ്മദ് കരയാൻ തുടങ്ങി. അവൾ കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗുൽനിഹാൽ അങ്ങോട്ട് വരുന്നു. എന്തു പറ്റി? ഷേസാദ് മുഹമ്മദിന് പാടില്ലേ? ഞാൻ സുൽത്താൻ സുലൈമാൻ്റെ അലർച്ച കേട്ടു. അദ്ദേഹം പറയുന്നു അവിടെ മുഴുവൻ അറ്റാക്ക് ചെയ്യാൻ. അത് സ്വപ്നം കണ്ടതാ. നീ ഉറങ്ങിക്കോ. മുഹമ്മദിനെ ഞാൻ നോക്കിക്കോളാം. ഗുൽനിഹാൽ മുഹമ്മദിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഇബ്രാഹിം സുലൈമാൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നു, ഇൻകാരം, നമ്മളെ ആക്രമിക്കുകയാണ്. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കപ്പലിലേക്ക് വെള്ളം കയറുന്നു. ഖദീജ സുൽത്താനയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന തോന്നുന്നു. എന്തു പറ്റി മോളെ? വാലിദ സുൽത്താൻ ഓടി വന്ന് പിടിക്കുന്നു.
ഗുൽഫാമും മാഹിദേവരാനും എല്ലാവരും നോക്കി നിന്നു. എനിക്ക് ശ്വാസം എടുക്കാനാവുന്നില്ല. വാ, ഇവിടെ വന്നിരിക്കുക. വാലിദ സുൽത്താൻ അവളെ പിടിച്ചുകൊണ്ടുപോയി ഇരുത്തുന്നു. എനിക്കിന്ന് വൈകിട്ടും ഇതുപോലെ തോന്നിയിരുന്നു. എൻ്റെ ഹൃദയം ചുരുങ്ങുന്നത് പോലെ തോന്നുന്നു. ഗുൽഫാം, നീ ചെന്ന് ദായയെ വിളിക്കുക. ദായയോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ. എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാറിപ്പോട്ടെ. ഗുൽഫാം പോകുന്നു. മാഹിദേവരാൻ ഒരു വികാരവുമില്ലാതെ നിൽക്കുന്നു. ഖദീജ സുൽത്താൻ അവളെ സംശയത്തോടെ നോക്കും.